എല്ലാം ഭദ്രമായി വെച്ചോ? അപ്പൊ പുറപ്പെടല്ലേ മോളെ? ബാലനോട് പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഓഫീസ് ടൈം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോരണം. എണ്ണയും കുഴമ്പും അലമാരയിലുണ്ട്. ഊണിന് ശേഷം കഴിക്കാനുള്ള മരുന്നും ഉണ്ട്. ഊണും കാപ്പിയൊക്കെ ഈശ്വരപ്പിള്ള ഹോട്ടലിൽ പോയി വാങ്ങിച്ചോണ്ട് വരും. നീ പോകരുത്. ഞാൻ ഹോട്ടലിൽ പോവാമേ. നല്ല കാര്യമായി. ഈശ്വരപ്പിള്ളേ, ഉത്തരവ്. ഇവന്റെ ദിനചര്യകളുടെ ടൈം ടേബിൾ ഞാൻ എഴുതി തന്നത് എവിടെ? പോക്കറ്റിൽ തന്നെ ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയുമായി നടത്തണം. ഉത്തരവ്. എന്നാ നമുക്ക് പോവാം. മോളെ. അല്ലയോ പോട്ടെ. ശരി. എന്റെ പൊന്നു കുഞ്ഞെ, തെക്കേടത്തെ മഠത്തിൽ അയ്യപ്പൻ പിള്ള ഈശ്വരൻ പിള്ള ഹാജർ. കേരളത്ത് ഇനി വന്നേ. ഈ കുട്ടി കയറി നിൽക്കൂ. നിന്നെ. അല്ലയോ ഈശ്വരപിള്ളേ. ഉത്തരവ്. ഇത് വെക്കേഷൻ കോടതിയാണ്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഓർത്തിച്ചോളൂ, പരിഹരിക്കാം. ഈശ്വരപിള്ളയ്ക്ക് വലിയൊരു സങ്കടമുണ്ട്. ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് 6 മാസമായി. പോയി കണ്ടോളെ ദുഷ്ട. അതിനൂടെ ടൈം ടേബിൾ വന്നിട്ട് പോയിരിക്കുകയല്ലേ. ആ ഉത്തരവ് നാം റദ്ദാക്കിയിരിക്കുന്നു. താൻ നാട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ഒന്നിച്ച് താമസിച്ച് അമ്മ വരുന്നതിന് 2 ദിവസം മുമ്പ് വന്നാൽ മതി. കുഞ്ഞേ, ഷടപ്പ്. കോടതി കുഞ്ഞോ? എന്റെ പൊന്നു കുഞ്ഞെ, കൊച്ചമ്മ അറിഞ്ഞ എന്നെ കൊല്ലും കേട്ടോ. അമ്മ അറിയില്ലടോ. താൻ ധൈര്യമായിട്ട് പോകും. കുഞ്ഞിന് മോക്ഷം കിട്ടും. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ ഇരിക്കട്ടെ. മോക്ഷമല്ലേ. അപ്പൊ ഞാൻ എന്റെ പെട്ടിയൊക്കെ ഒന്ന് അടക്കി വെച്ചിട്ട് വരാം. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? ബിന്ദുവൾ മുത്തച്ഛന്റെ അടുത്ത് വാ. അപ്പൊ മോക്ക് മുത്തശ്ശി മതി. മുത്തച്ഛനെ വേണ്ട അല്ലേ? മോളെ അമ്മയുടെ അടുത്ത് വാ. അവൾ അമ്മയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ? എപ്പോഴും അമ്മയുടെ കൂടെ തന്നെയാ. താനാണ് ഇവിടുത്തെ തോട്ടക്കാരൻ? ആന്നേ. ഈ ചെടികളൊക്കെ കാട് പിടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? ഇയാള് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും രാജലക്ഷ്മി അമ്മയ്ക്കെങ്കിലും ഒരു ശ്രദ്ധ വേണ്ടേ? വീടിന്റെ മുമ്മശം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? തമ്പിയും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാത്തതാണ് കഷ്ടം. രാധികേ, നീ പരീക്ഷയ്ക്കൊക്കെ നല്ലപോലെ എഴുതിയോ? ഞാൻ ഇപ്രാവശ്യം എഴുതിയില്ല ആന്റി. വൈ? തോറ്റു പോകുന്നു പേടിച്ച് അവൾ പരീക്ഷയ്ക്ക് പോയില്ല. തോൽക്കാൻ കാര്യം? കുട്ടികൾ നല്ലപോലെ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ചുമതല രക്ഷകർത്താക്കളുടേതാണ്. നിങ്ങളോടും ഇതൊക്കെ പറഞ്ഞു തരണം. കഷ്ടം കഷ്ടം. രാവിലെ ആരാ തിണ്ണ തൂത്തത്? നിറച്ച് മണ്ണാണല്ലോ. ഒരു ശ്രദ്ധയേ ഇല്ല. തമ്പി, ഇതാരാ ഒരു പുതിയ കക്ഷി? നമ്മുടെ സ്വന്തം കക്ഷി തന്നെയാ. എന്റെ അനന്തരനാണ്. വേണുഗോപാൽ. ഇവിടെ വരും. ഈ ബുക്കുകളൊക്കെ എന്താണ്? കണക്കുകളാണ്. ഉണ്ണികൃഷ്ണന് കോടതിയിലൊക്കെ പോകണ്ടേ, അതുകൊണ്ട് എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് വേണുവാണ്. ഓഹോ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? ആർ യു ഗ്രാജുവേറ്റ്? യെസ്. ഹാൻഡ് റൈറ്റിംഗ് തീരെ മോശമാണല്ലോ. കുറച്ചുകൂടി ശ്രദ്ധിക്കണം. രാജലക്ഷ്മി എന്നേ, ആ ജോലിക്കാരെങ്കിലും വിളിപ്പിച്ച് ഈ ലൈറ്റിലെ ചുക്കുലി ഒന്ന് തുടപ്പിച്ചൂടെ? ചേച്ചേ, ഒന്നിനും ഒരു ശ്രദ്ധയില്ലാതായാലും എങ്ങനെയാ? തമ്പി, എവിടെയാണ് എനിക്കുള്ള മുറി? മോളെ, ആന്റിയെ വിളിച്ചോണ്ടു വരൂ ആന്റി. വാ മോളെ. എസിയും ഹീറ്ററും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ? ഉണ്ട് ആന്റി. വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ് മോർണിംഗ്.
സാർ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം സാറിനെ ഓർമ്മപ്പെടുത്തണമെന്ന് മിസ്റ്റർ മേനും ഫോൺ ചെയ്തിരുന്നു. കോൺട്രാക്ട് പറഞ്ഞതുപോലെ പണി പൂർത്തിയാകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കുമെന്ന് പറഞ്ഞേക്കൂ. സാറിനെ കാണാൻ അയാളൊന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വരട്ടെ വരട്ടെ. എന്റെ കാര്യം ഒന്ന് സാറിനെ കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. വരാൻ പറയൂ. അതില്ലേ ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. സാറിന് എന്നെ പരിചയമില്ലെന്ന് തോന്നുന്നു. പരിചയപ്പെടേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സാർ എന്നെ ഒന്ന് രക്ഷിക്കണം. അതിന് നിങ്ങളെ ഞാൻ ശിക്ഷിച്ചില്ലല്ലോ. തൊട്ട കൈ കൊടുക്കാണല്ലോ സാർ. പ്ലീസ് ഹെൽപ്പ് മീ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ പേര് സുഗുണേന്ദ്രൻ. പക്ഷെ ഒരു ഗുണമില്ല സാർ. BSc ജയിച്ചവനാ. വേറെ എന്തുകൊണ്ട് വിശേഷം? വേറെ ഒരുപാട് വിശേഷങ്ങളുണ്ട് സാർ. 5 സഹോദരിമാരുണ്ട്. അമ്മയ്ക്ക് വാദം, അച്ഛൻ വേറെ പെണ്ണ് കെട്ടി സാർ. നിങ്ങൾ വന്ന എന്തിനാണെന്ന് പറയൂ. സാറ് ചൂടാകരുത്. വേറെ ഒരു മാർഗവും ഇല്ലാത്തോണ്ട് വന്നാണ്. സാർ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി തരണം. ഇത് സർക്കാർ ഓഫീസാണ്. ഇവിടെ ജോലി വേണമെങ്കിൽ PSCയുടെ നിയമനം വേണം. അതെനിക്കറിയാം സാർ. PSCയുടെ ടെസ്റ്റ് എഴുതി ഞാൻ മടുത്തു. ഇനി സാറ് വിചാരിച്ചാൽ എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാൻ കഴിയും. അതെങ്ങനെ? വലിയ വലിയ കോൺട്രാക്ടർമാർ പലരും ഇവിടെ വരാറില്ലേ? സാർ അവരുടെ നേരെ ഇങ്ങനെ ഒന്ന് വിരൽ അനക്കിയാൽ മതി, എനിക്കൊരു ജോലി കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി തന്നേക്കും. തൊഴുതുകൊണ്ട് തരും സാർ. പക്ഷേ ഞാൻ പറയില്ല. അതെന്താ സാർ? ഞാൻ പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ചെയ്താൽ അവർ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടി വരും. കോൺട്രാക്ടർമാരുമായി അങ്ങൊരു ബാധ്യത ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? പോണം. ഞാൻ വന്ന സമയം തെറ്റിപ്പോയി. അല്ലെങ്കിൽ സാർ ഇങ്ങനെ പറയില്ല. ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് ഇതുപോലൊരു മുഖം ഉണ്ടാവില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. സാറിന്റെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. കാണണമെന്നില്ല. പോണം പോണം. രാവിലെ ഓരോ ശല്യങ്ങൾ വലിഞ്ഞേറിണ്ട സാറ് മൂഡ് ഔട്ട് ആവുമെന്ന് എനിക്കറിയാം. എങ്കിലും വരാതെ നിവൃത്തിയില്ല. ഞാനിന്നൊന്നും കഴിച്ചിട്ടില്ല. എനിക്കൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം തരുമോ സാർ? അതിന് ഇത് ഹോട്ടലൊന്നും അല്ല. ഹോട്ടൽ അല്ലെങ്കിൽ ഒരു വീട്ടിലല്ലേ സാർ? അല്ല, വീടല്ലേ സാർ? ഇവിടെ ആരുമില്ല. എല്ലാരും വെക്കേഷന് പോയിരിക്കുക. ഞാൻ ആഹാരം കഴിക്കുന്ന പോലെ ഹോട്ടലിൽ നിന്നാ. അയ്യോ സാർ, സാറ് ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്? നല്ല വയറല്ലേ സാർ? എന്തിനാ അത് കേടാക്കി കളയുന്നത്? സാറിന് നല്ല ഒന്നാന്തരം ചാപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. ഈ സുഗുണേന്ദ്രൻ ഉണ്ടാക്കി തരാം. വേണ്ട വേണ്ട, ഇവിടെ പാചകക്കാരൊക്കെ ഉണ്ട്. വെക്കേഷൻ പാർട്ടി തിരിച്ചു വരുമ്പോ അവരൊക്കെ വന്നോളൂ. അവര് വന്നോട്ടെ സാർ. അതുവരെ ഞാൻ പാചകം ചെയ്യാം. അതുകൊണ്ടുള്ള ഗുണങ്ങൾ പലതാണ്. 1, സാറിന് നല്ല ആഹാരം കഴിക്കാം. 2, അത്രയും ദിവസമെങ്കിലും എനിക്ക് പട്ടിണിയില്ലാതെ കഴിയാം. 3, സാറിന് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും തന്നാൽ അതെനിക്ക് വീട്ടിലോട്ട് അയക്കാം. തൊഴിലില്ലാത്ത ഒരു അഭ്യസ്ത വിദ്യന്റെ ദയനീയമായ അപേക്ഷയാണ് സാർ. സാർ എന്നെ കൈവടിയരുത്. അതിരിക്കട്ടെ, തനിക്ക് പാചകം ചെയ്യാൻ അറിയോ? എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ തീരെ ശരിയായില്ല. സാർ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ നല്ല ഒന്നാന്തരം പാചകക്കാരനാണ് സാർ. അവാർഡ് പാചകക്കാരൻ. പിന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് അത് ഇതുവരെ കിട്ടിയില്ല. ശരി, തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ബാക്കി കാര്യം. വാ, മതി മതി, തൊഴിൽ മതി. വാ. ആ, ഇതാണ് അടുക്കള. വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. വൈകിട്ടത്തെ ആഹാരം ശരിയാക്ക്. ചോറും കറിയും മതിയല്ലോ സാർ? മതി. ഊണ് മോശമാണെങ്കിൽ അപ്പ സ്ഥലം വിട്ടോണം. ഓക്കെ? ഓക്കെ സാർ. സാർ ബാക്കി മുറികളെല്ലാം പൂട്ടിയിട്ട് വയ്ക്കുള്ളൂ. തിരിച്ചു വരുമ്പോഴേക്കും അത്താഴം റെഡി. ശരി. ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ഞാൻ എങ്ങനെ പാചകം ചെയ്യും? എന്റെ ഗുരുവായൂരപ്പാ, ഈ പരീക്ഷണത്തിൽ നീ എന്നെ കൈവടിയരുതേ. നിന്റെ അച്ഛന്റെ കൈയും പിടിച്ച് ഞാൻ പാലക്കയെ കൂടെ വരികയായിരുന്നു. നടുക്കി വന്നപ്പോ നിന്റെ അച്ഛനെ കാല് തെറ്റി പൊത്തോന്നൊരു വീഴ്ച. എന്നെ രക്ഷിക്കണം. ഈശ്വരനോട് തന്നെ രക്ഷിക്കണം. ആരാ? ഞാൻ സുഗുണേന്ദ്രൻ. എന്തുണ്ടായി?
ഒന്നും ഉണ്ടായില്ല, ഉണ്ടാകും. അതിനു മുമ്പ് എന്നെ രക്ഷിക്കണം. ഞാനൊരു BSc കാരനാണ്, തൊഴിലില്ല, 5 സഹോദരിമാരുണ്ട്. അമ്മയ്ക്ക് വാദം, അച്ഛൻ വേറെ പെണ്ണ് കെട്ടി മൂലമറ്റത്തേക്ക് പോയി. എന്നെ കൈവിടരുത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. താനും ഏതാദ്യം പറയണമെന്ന് ഒരു നിശ്ചയമില്ല അമ്മച്ചി. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ദോ ആ ബംഗ്ലാവിൽ നിന്ന്. അവിടുത്തെ അരിവെപ്പുകാരനായിട്ട് ഇപ്പൊ ഒരു നിയമനം കിട്ടി. ആ തൊഴിൽ മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ അതൊന്ന് പഠിപ്പിച്ചു തരണം. പഠിപ്പിച്ചു തരാനോ? അത് കൊള്ളാം. ഇന്ന് രാത്രിയിലത്തെ ഊണ് കലക്കിയാൽ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ തട്ടിയും മുട്ടിയൊക്കെ നിന്നോളാം. ഈശ്വരനെ വിചാരിച്ച് എന്നെ കൈവിടരുത് അമ്മച്ചി. എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അയ്യോ, കാലെവിടെ പോയി അമ്മച്ചി? ഒരു കാറപകടത്തിൽ മുറിഞ്ഞു പോയി മോനെ. ഈ കൊച്ചിനോ? എനിക്ക് കാലുണ്ട്. ഓ ദൈവാധീനം, ഒന്ന് സഹായിച്ച കുഞ്ഞെ, മോക്ഷം കിട്ടും. പിന്നെ വേറൊന്നും വേണ്ടേ? അമ്മേ, അമ്മയുടെ മകനാണെന്ന് കരുതിയാ മതി അമ്മേ. എന്റെ ശരീരത്തിൽ ചോരയില്ല അമ്മേ. ആശുപത്രിയിൽ ചെന്ന് ചോര വിറ്റാണമ്മേ ഓരോ സ്ഥലത്തും ഇന്റർവ്യൂവിന് പോകാനുള്ള പണം ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവസാനത്തെ പ്രാവശ്യം ചോര വിൽക്കാൻ ചെന്നപ്പോ ഡോക്ടർ എന്നെ പിടിച്ച് ആശുപത്രി കിടത്തി. ശരീരത്തിൽ ചോരയില്ല അമ്മേ. അവിടുന്ന് ഒളിച്ചോടി പോന്നവനാണ് അമ്മേ ഞാൻ. ഈ അരിവെപ്പ് ജോലിയൊന്നും എനിക്ക് കിട്ടിക്കോട്ടെ അമ്മേ. ഒന്ന് സഹായിക്കാൻ പറയാമേ. മോളെ, വിദ്യാഭ്യാസമുള്ള ഒരു പയ്യനല്ലേ, ഒന്ന് സഹായിച്ചു കൊടുത്തേര്. അരിവെപ്പുകാരനായിട്ടെങ്കിലും ജീവിച്ചോട്ടെ. അത് ശരിയാണോ അപ്പച്ചി? വല്ലവരുടെ അടുക്കള കയറി അവരറിയാതെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മോളെ? എന്നാലും അവരറിഞ്ഞ മോശമല്ലേ അപ്പച്ചി? അവരറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. സാറ് കളി കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ കുഞ്ഞിരിഞ്ഞ് പോരാം. ഒന്ന് സഹായിക്കുഞ്ഞേ പ്ലീസ്. ചെല്ല് മോളെ, ഇനി എന്തായാലും മടിയൊന്നും പറയണ്ട, ചെല്ലേ. എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല, എന്നാലും അപ്പച്ചി നിർബന്ധിക്കുന്നോണ്ട് ഞാൻ പോകാം. ഓ എന്റെ ഗുരുവായൂരപ്പാ, വന്നട്ടെ കുഞ്ഞെ, വന്നട്ടെ. ചെല്ലേ. കുഞ്ഞെ, അവിയിൽ നീ കായ എങ്ങനെ എരിയും? തൊലി കളഞ്ഞ് ഇത്രേശം നീളത്തിൽ കഷ്ണിച്ചെടുക്കൂ. അരി എന്തോ നോക്കൂ. കുഞ്ഞു തന്നെ നോക്കിയാട്ടെ. ഇച്ചിരൂടെ വേകണം. വേവട്ടെ വേവട്ടെ. സുഗുണേന്ദ്ര, താൻ ആള് കൊള്ളാലോടോ. സമയം തീരെ ഇല്ലാതെ പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും കൂടിയൊക്കെ. ഇനിയും വിഭവങ്ങളോ? ഇത് തന്നെ വളരെ കൂടുതൽ. എല്ലാം തിടുക്കത്തിലായിരുന്നു. കറികളൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ഇതിനേക്കാൾ നല്ല കറികളോ? ഉഗ്രൻ ഉഗ്രൻ. അത് സാർ ഒരു തങ്ങാക്ക് പറഞ്ഞാണെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല സുഗുണേന്ദ്രൻ, ഇത്രയും നല്ല കറികൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. എന്തൊരു സ്വാദാണ്. സാറിന്റെ സന്മനസ്. ഏതായാലും അമ്മ വരുന്നവരെ ഈ പരിപാടി അങ്ങ് നീങ്ങട്ടെ. ബാക്കി കാര്യം അത് കഴിഞ്ഞാലോചിക്കാം. ആളൊരു പാവാണെന്ന് തോന്നുന്നു. അവനെ കണ്ടിട്ട് ബോംബെയിലുള്ള എന്റെ മോൻ ശ്രീധരനെ പോലിരിക്കുന്നു. ശരിയാ അപ്പച്ചി, അയാൾക്ക് ശ്രീയേട്ടന്റെ മുഖച്ചായുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഒന്ന് ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം വേഷം കെട്ടണം. മോള് കിടക്കുന്നില്ലേ? നേരം ഒത്തിരിയായി. സുഗുണേന്ദ്ര, ഇന്ന് ഉച്ചയ്ക്ക് എങ്ങനെ? മട്ടനും ഫിഷും രാവിലെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട്. എങ്കിൽ ഫിഷ് മോളിയും മട്ടൺ ചോപ്സ് ആയിക്കോട്ടെ. ഏറ്റ് സാർ. അങ്ങനെ അങ്ങോട്ട് തകർക്കണോ? തകർക്ക്. ഫിഷ് മോളിയും മട്ടൺ ചോപ്സും, വേറെ ഒന്നും വേണ്ട. എന്റെ മീനാക്ഷി അമ്മേ രക്ഷിക്കണേ. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് സഹായിച്ചു കൊടു മോളെ. ആ നിൽപ്പ് കണ്ടില്ലയോ? അയ്യോ അപ്പച്ചി, എനിക്ക് ഓഫീസിൽ പോണ്ടേ. സാരമില്ല മോളെ, പോകുന്ന വഴിക്ക് ഒന്ന് കയറി ശരിപ്പെടുത്തി കൊടുത്തിട്ട് മോള് പോയിക്കോ. ഫിഷ് മോളിയും മട്ടൺ ചോപ്സും ഇതിന്റെയൊക്കെ പേര് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കുഞ്ഞേ. എങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന എന്തിനാ? ഞാൻ നിരപരാധിയാണ് കുഞ്ഞേ. ഇന്നലത്തെ ഊണിന്റെ സ്വാദാണ് ഈ ചതി ചെയ്തത്. കുഞ്ഞ് രക്ഷിച്ചില്ലേ ഞാൻ ചോപ്സ് ആയിപ്പോ. അമ്മച്ചി ചെല്ലു മോളെ. ശരി വാ.
ഗീത വരാൻ പറയും. അവരിതുവരെ വന്നില്ല സാർ. മണി 11 ഇനി വന്നില്ലേ? ഇല്ല സാർ.